ഇത് കണ്ടോ, കഴിഞ്ഞ വർഷം വന്ന വിവോയുടെ കുട്ടിച്ചാത്തൻ ഫോൺ ഓർമ്മയുണ്ടല്ലോ, വിവോ X200 FE. നല്ലൊരു ഫോണായിരുന്നു, അതായത് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോൺ, എന്നാൽ അത്യാവശ്യം നല്ല ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി ചാർജിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഫോണിൽ അവിടെ ഇവിടെ അപ്ഗ്രേഡ് ഫിറ്റ് ചെയ്തിട്ട് ഇത്തവണ ഈ കാണുന്ന വിവോ X300 FEയുമായിട്ടാണ് വിവോ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു വിവോ X300 FE ഇത്തവണ ഈ കാണുന്ന ടെലിഫോട്ടോ എക്സ്റ്റൻഡറിന് വേണ്ടിയുള്ള സപ്പോർട്ടുമായാണ് വരുന്നത്. നോർമലി X സീരീസിലുള്ള പ്രോ ആൻഡ് അൾട്രയുടെ കൂടെ മാത്രമേ ഈ ഒരു സപ്പോർട്ട് വരാറുള്ളൂ. ഇത്തവണ FEക്കും ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫോൺ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സോ എൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സംഭവം എങ്ങനെ ഫിക്സ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, ബാക്കി ഈ ഫോണിൽ മറ്റേതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോ. ഇതാണ് വിവോയുടെ ബോക്സ്. ടിപ്പിക്കൽ വിവോ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് X300 FE ഫോൺ. നല്ല ക്വാളിറ്റിയുള്ള TPU കേസ് ഉണ്ട്. ബാക്കി ഫാസ്റ്റ് ചാർജർ ഉണ്ട്, ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയണം, ഇത്തവണയും ആ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടർ ഉണ്ടല്ലോ, കോമ്പാക്ട് ഫോം ഫാക്ടർ, അതായത് കുട്ടിച്ചാത്തൻ ഫോം ഫാക്ടർ ആണെങ്കിലും സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ ആണെങ്കിലും ഇത്തവണയും വിവോ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. 4 സൈഡിലുള്ള കോർണേഴ്സ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല കർവ്ഡ് കോർണേഴ്സ് ആണ് വരുന്നത്. ചുറ്റുമുള്ള ഫ്രെയിം എയ്റോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഗ്ലാസ് ആണ്. ആൻഡ് ഇത്തവണ ക്യാമറ മോഡിന്റെ ഡിസൈൻ ഇതാ കണ്ടില്ലേ, ക്യാമറ മോഡിന്റെ ഡിസൈൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്ന ഈ ഒരു ഓവൽ ഷേപ്ഡ് അല്ലെങ്കിൽ വൈസർ പോലെ ഇരിക്കുന്ന ക്യാമറ മോഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. IP68 ആൻഡ് IP69 റേറ്റിംഗോട് കൂടിയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഡ്രോപ്പ് റെസിസ്റ്റന്റ് റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയാലും ഫോൺ സേഫ് ആയിരിക്കും. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, ലൈലാക്, പർപ്പിൾ, നുവാർ ബ്ലാക്ക് ആൻഡ് നമ്മുടെ കയ്യിലുള്ള ഈ അർബൻ ഓലിവ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ഫോൺസിൽ ഗ്രീൻ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഇങ്ങനെ കത്തി കിടക്കുന്ന ഗ്രീൻ ആയിരിക്കും. ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് നല്ല സ്മൂത്ത് കളറാണ്. ഐ റിയലി ലൈക്ക് ദിസ് ഗ്രീൻ. പ്ലസ് നല്ലൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ വെരി പ്രീമിയം ലുക്കിംഗ് ഫോൺ, നോ ഡൗട്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ 6.31 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന Zeiss മാസ്റ്റർ കളർ ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ ഇതിലുള്ള കളർ കാലിബ്രേഷൻ Zeiss ആണ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇതിൽ കാണുമ്പോൾ ആ ഒരു കളർ കാലിബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. 1.5K റെസൊല്യൂഷൻ ഉള്ള 10-bit LTPO AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഷോർട്ട് സെൻസേഷൻ പ്രൊട്ടക്ഷനുമായാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ HDR10+ സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ്. അത് യൂട്യൂബിൽ മാത്രമല്ല, ഈവൻ നെറ്റ്ഫ്ലിക്സിലും ഇതാ കണ്ടില്ലേ, HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. സോ ഇൻഡോർ ഔട്ട്ഡോർ എവിടെ ഉപയോഗിച്ചാലും ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും എല്ലാം ക്ലിയർലി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, നല്ല വെയിലുണ്ടെങ്കിലും. പിന്നെ ഈ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള PWM ഡിമ്മിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പാക്ട് ഫോം ഫാക്ടറിൽ വരുന്നതുകൊണ്ട് ചെറിയ ഡിസ്പ്ലേ ആണ്, ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്, നോ ഡൗട്ട്. ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, നല്ല മിനിമം സ്ലിം ബെസൽസോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. പിന്നെ യെസ്, ഇത്തവണ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ടല്ലോ, അത് അപ്ഗ്രേഡ് ചെയ്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ പൊസിഷനും നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള വോളിയം ഇല്ല, എന്നാൽ വരുന്ന ഓഡിയോ അത്യാവശ്യം നല്ല ക്രിസ്പാണ്. സോ നല്ല പ്രീമിയം ബിൽഡ് ആൻഡ് ഡിസൈനിലാണ് വരുന്നത്. ഡിസ്പ്ലേ കൊള്ളാം, സ്പീക്കർ ഇസ് ഓൾസോ നൈസ്. ആൻഡ് ഇത്തവണ പെർഫോമൻസും വിവോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. Qualcomm Snapdragon 8 Gen 5 ചിപ്സെറ്റുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ചിപ്സിന്റെ പൊട്ടൻഷ്യൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ AnTuTu സ്കോർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലോസ് ടു 2.9 മില്യൺ, അതായത് 29 ലക്ഷം AnTuTu സ്കോറാണ് തന്നത്. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ആണ് ഈ ഫോണിൽ കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ മാർക്കറ്റിലുള്ള ഏറ്റവും ഫാസ്റ്റ് ആയ LPDDR5X അൾട്രാ റാം ആൻഡ് UFS 4.0 സ്റ്റോറേജ് ഇവിടെ വരുന്നുണ്ട്. സോ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഡെയിലി യൂസ് ഉണ്ടല്ലോ, അതായത് യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫോൺ കോളിംഗ് കാര്യങ്ങൾ, അതായത് വീഡിയോസും മൂവീസ് ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി നൈസ്. ഞാൻ ചെറിയ രീതിയിൽ ഗെയിമിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും BGMI ആണെങ്കിലും ഈവൻ കുറച്ചും കൂടി ഹൈ ലെവൽ ഗെയിമായ ഗെൻഷിൻ ഇമ്പാക്ട് ആണെങ്കിലും ഈവൻ വുദറിംഗ് വേവ്സ് ഞാൻ കുറച്ചു നേരം കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം 8 Gen 5 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഈ പറയുന്ന ഗെയിംസ് ഒക്കെ നല്ലോണം തന്നെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. യെസ്, കോമ്പാക്ട് ഫോം ഫാക്ടറിലാണ് വരുന്നത്. സോ ഹീറ്റിംഗ് ഉണ്ടോ, ഓവർ ഹീറ്റിംഗ് ഉണ്ടോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. എൻ്റെ പേഴ്സണൽ യൂസിൽ അങ്ങനെ ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാലോ, എല്ലായിടത്തും 38 ഡിഗ്രി ഫീൽസ് ലൈക്ക് 40 ഡിഗ്രി ഒക്കെ പോകുന്നുണ്ട്. സോ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട്, അതായത് പ്രത്യേകിച്ചും ഈ ക്യാമറയിൽ 4K വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയൊരു വാംത്ത് എന്തായാലും ഫീൽ ചെയ്യും. അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമാണ് തീർച്ചയായിട്ടും. എന്നാൽ ഓവർ ഹീറ്റിംഗിലേക്ക്
പോകാതിരിക്കാൻ വേണ്ടി വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഞാൻ ഫേസ് ചെയ്തില്ല, പക്ഷേ ചെറിയ വാംത്ത് ഉണ്ട്. നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് നോർമലി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഇളം ചൂട് മാറുന്നുമുണ്ട്. സോ ഈ ഡിസ്പ്ലേയും പെർഫോമൻസ് ഒക്കെ കുറേ നേരത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി 6500 mAh ഒരു വലിയ ബാറ്ററിയാണ് ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഈ കഴിഞ്ഞ 3-4 ദിവസത്തെ എക്സ്പീരിയൻസിൽ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ 1.5 ദിവസം ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ബാറ്ററി ബാക്കപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. പിന്നെ ബോക്സിൽ 90 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്തവണ വയർലെസ് ചാർജിങ്ങും വിവോ X300 FE തരുന്നുണ്ട്. 40 വാട്ടിന് വയർലെസ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള ഒറിജിനോയ്സ് 6 ആണ് വരുന്നത്. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, 5 വർഷത്തെ അപ്ഡേറ്റിന് വേണ്ടിയുള്ള പ്രോമിസ് വിവോ ചെയ്തിട്ടുണ്ട്. വിവോയുടെ പ്രോമിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെറുതെ ഉള്ള പ്രോമിസ് അല്ല, വിവോ അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. നമുക്ക് ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാൻ പറ്റും, വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ചേർക്കാം, ഓട്ടോ കോൾ റെക്കോർഡിംഗിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒറിജിൻ ഐലൻഡ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അറിയാലോ ഒരു ഡ്രാഗ് ആൻഡ് ഗോ ഫീച്ചർ, അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് വാട്സാപ്പിൽ ഡ്രോപ്പ് ചെയ്ത് നേരെ സെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കോപ്പി അവിടെ പേസ്റ്റ് അതൊന്നും വേണ്ട, നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. പിന്നെ വിവോയുടെ ഓഫീസ് കിറ്റിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് ഈ ഒരു ഫോൺ ഈ വിവോ ഓഫീസ് കിറ്റ് ഫീച്ചർ ഉപയോഗിച്ച് മാക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഫോൺ മാക്കിൽ മിറർ ചെയ്യാം, ഫോൺ കോളും മെസ്സേജുകൾ മാക്കിൽ റിസീവ് ചെയ്യാം, ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോപ്പ് ചെയ്യാം. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അറിയാലോ, നോട്ട്സ് ആപ്ലിക്കേഷനിൽ വരുന്ന ടെക്സ്റ്റ് AI എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AI സെർച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് സ്ക്രീൻ ബ്രൈറ്റ്നസ് എന്ന് സെർച്ച് ചെയ്ത് ഡിസ്പ്ലേ സെറ്റിംഗ് വീണ്ടും എടുക്കാൻ പറ്റും. AI ക്യാപ്ഷൻ്റെ ഫീച്ചർ ഉണ്ട്. പ്രൈവറ്റ് സ്പേസ് ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സീക്രട്ട് അക്കൗണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് തുറന്നു വരും, നിങ്ങൾക്ക് സീക്രട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സേവ് ചെയ്യാം. പിന്നെ ഒരു ഷെയ്ക്ക് ആൻഡ് ഷെയറിൻ്റെ ഫീച്ചറാണ്. അതായത് ഏതെങ്കിലും ഫോട്ടോയും വീഡിയോ ഫയലുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് മറ്റൊരു ഐഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. ഈ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, സോണി ലിവ് അങ്ങനത്തെ ആപ്ലിക്കേഷൻസേ ഉള്ളൂ. ഈ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് ഒന്നുമില്ല. സോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ എൻ്റെ ഇനീഷ്യൽ യൂസിൽ അങ്ങനെ കോൾ ഡ്രോപ്പ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, ഞാൻ നോർമലി ബേസ്മെന്റിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി വാക്കിങ്ങിന് വേണ്ടി പോകാറുണ്ട്. അവിടെയും എനിക്ക് ആക്ച്വലി കിട്ടിയിരുന്നു നെറ്റ്വർക്ക്, 5G നെറ്റ്വർക്ക് അവിടെയും കിട്ടുന്നുണ്ടായിരുന്നു. ബാക്കി കോൾ റിസപ്ഷൻ ആണെങ്കിലും വൈഫൈ ബ്ലൂടൂത്ത് ആണെങ്കിലും വൈഫൈ 7 ബ്ലൂടൂത്ത് 6 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC ഉണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ചെയ്യാം. IR ബ്ലാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോൺ ഉപയോഗിച്ച് വീട്ടിലുള്ള TV, AC ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ആൻഡ് ഈവൻ ഈ സിമ്മിന് വേണ്ടിയുള്ള സപ്പോർട്ടും വിവോ ഈ ഫോണിൽ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ സിം യൂസ് ചെയ്യാം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബ്രോ ഈ സിം ഉണ്ടോ, ഈ സിം ഉണ്ടോ? യെസ്, ഇതിൽ ഈ സിം ഉണ്ട്. ഒരു പ്രീമിയം ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനിയാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിമിഷം, അതായത് ക്യാമറ പെർഫോമൻസ്. വിവോയുടെ ഫോൺ ആണെങ്കിൽ എന്തായാലും ക്യാമറ പെർഫോമൻസിൽ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ ഈ ഫോണിൽ 50 മെഗാ പിക്സലിന്റെ സോണി IMX 921 സെൻസർ ഉള്ള OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് തന്നിരിക്കുന്നത്. സൈസ് ക്യാമറയാണ്. ഓക്കെ, സെക്കൻഡ് ആണ് 50 മെഗാ പിക്സലിന്റെ, ഇതും സൈസ് ക്യാമറയാണ്. 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന OIS ഉള്ള IMX 882 സെൻസറുമായി വരുന്ന ടെലിഫോട്ടോ ക്യാമറ. മൂന്നാമത്തെ ക്യാമറയാണ് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്. ഫ്രണ്ടിലുള്ള സെൽഫി ക്യാമറയും സൈസ് ക്യാമറയാണ് 50 മെഗാ പിക്സലിന്റെ. വിവോയുടെ ക്യാമറ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മാത്രമല്ല, ഒരുപാട് ഫീച്ചേഴ്സ് വിവോയുടെ ഫോൺസിൽ ഉണ്ടാവും. ഞാൻ കാണിച്ചുതരാം. അതായത് പുതിയ ക്രിയേറ്റീവ് ടാബ് തന്നെ വരുന്നുണ്ട്. അതായത് ഒരുപാട് ഈ AI ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. ബാക്കി ഓവറോൾ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ വിവോ, അതായത് പ്രീമിയം വിവോ ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ, നമ്മൾ ഇതിനു മുമ്പ് പല ഫോൺസിലും കണ്ടിട്ടുണ്ട്, പല വിവോ ഫോൺസിലും കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ്, ഞാൻ എപ്പോഴും ഈ ഒരു ടേം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം വിവോ അങ്ങനെയാണ് വീഡിയോസും ഫോട്ടോസും പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരാളിങ്ങനെ നിർത്തിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊന്ന് കറങ്ങി വരുമല്ലോ, കറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി വെരി നൈസ്. സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഓവറോൾ ഇറ്റ്സ് വെരി ഗുഡ് ക്യാമറ പെർഫോമൻസ്. പ്രത്യേകിച്ചും മെയിൻ ക്യാമറ ആൻഡ് ടെലിഫോട്ടോ. അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെതാണ്. സോ ആ ഒരു ഡീറ്റെയിൽസും ക്ലാരിറ്റി പ്രതീക്ഷിച്ചാൽ മതി. കളേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവിടെ ഇഷ്യൂ ഒന്നുമില്ല. എന്നാൽ ലൈറ്റ് കുറയുമ്പോൾ 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് ഡീറ്റെയിൽസ് കുറയും. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ 23mm, 35mm, 50mm, 85mm ആൻഡ് 100mm വിവോയുടെ പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. സോ നല്ലതാണ്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നൈസ്. അതായത് വിവോ ഫോൺസിന്റെ ഫോട്ടോസിൽ ഒരു പ്രത്യേക വൈബ് ഉണ്ട്. ആ സെയിം വൈബ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയണം, വിവോ അവരുടെ
വീഡിയോ പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ ബാക്ക് ക്യാമറ, മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, നല്ല ഡീറ്റെയിൽസ് ഉള്ള, നല്ല കളേഴ്സ് ഉള്ള, നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ആണ് ഇപ്പം വിവോ എടുത്തു തരുന്നത്. നമുക്ക് 8K 30 FPS വരെ എടുക്കാൻ പറ്റും. ഞാൻ ചില 4K 60 FPS സാമ്പിൾസ് വേറെ ലൈറ്റിംഗിലെടുത്ത് 4K 60 FPS സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റേബിൾ വീഡിയോസ് ആണ് എടുത്തു തരുന്നത്, നോ ഡൗട്ട്. ഈവൻ ഇതിന്റെ സെൽഫി ക്യാമറയും നല്ല സ്റ്റേബിൾ 4K 60 FPS സെൽഫി വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 1080p റെസൊല്യൂഷനിൽ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ ബൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ജനറേഷൻ ടെലിഫോട്ടോ എക്സ്റ്റൻഡറിനെ കുറിച്ച് സംസാരിക്കാം. സോ നിങ്ങൾ ഈ എക്സ്റ്റൻഡർ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ കൂടെ ഈ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ സപ്പോർട്ട് ചെയ്യുന്ന ഈ കേസും കിട്ടും. ആ കേസിന്റെ കൂടെ സെപ്പറേറ്റ്ലി വരുന്നതാണ് ഈ ഒരു ക്യാമറ മോഡ്യൂൾ. സോ ഈ കേസും ഈ ഒരു സെപ്പറേറ്റ് ക്യാമറ മോഡ്യൂൾ ഹോൾഡർ, ഇതിന്റെ ഹോൾഡർ ഇതും പിന്നെ ഈ സംഭവം ഫോണിന്റെ കൂടെ കിട്ടൂല. നിങ്ങൾക്ക് ആ ഒരു ഞാൻ കാണിച്ചു തരാം സാമ്പിൾസ് ഒക്കെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ദൂരെയുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി നൈസ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ്ലി വാങ്ങാം. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കണ്ടില്ലേ, എന്നിട്ട് ഇതാ ഫോണിന്റെ ബാക്കിൽ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഫൈനലി ഈ കാണുന്ന ടെലിഫോട്ടോ എക്സ്റ്റൻഡർ ഇതാ ഇങ്ങനെ ഡൺ. ഇനി നിങ്ങൾക്ക് ഈ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ ഉപയോഗിച്ച് 200mm ആൻഡ് അങ്ങോട്ടുള്ള ഫോക്കൽ ലെങ്തിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. 200mm എന്ന് പറയുമ്പോൾ ഏകദേശം 10x സൂം എന്ന് പറയാൻ പറ്റും. ക്ലിയർ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. ഡീറ്റെയിൽസ് ആണെങ്കിലും ഓവറോൾ ആ ഒരു ഫോട്ടോയുടെ എടുപ്പുണ്ടല്ലോ, ആ ഒരു കളറൊക്കെ അത് നല്ല രസമുണ്ട്. സോ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അതായത് 10x അങ്ങോട്ടേക്ക് നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സോ 200mm, 400mm, 800mm ആൻഡ് ഈവൻ 1600mm ഫോക്കൽ ലെങ്തിൽ അല്ലെങ്കിൽ ഇക്വിവാലന്റ് ഫോക്കൽ ലെങ്തിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെയായിട്ട് ഈ ബട്ടൺ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ മോഡ്, അതായത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക മോഡ് ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഇത് കണ്ടില്ലേ, ഫോട്ടോ, വീഡിയോ ആൻഡ് ഈവൻ സ്റ്റേജ് മോഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അറിയാലോ വിവോയുടെ ക്യാമറ യുഐയിൽ വരുന്ന ഈ മോഡുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ടെക്സ്ചർ, വിവിഡ്, സയസ്. പിന്നെ മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള മോഡ് അറിയാലോ. സോ ഇവിടെ നമുക്ക് വേറെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്ലാഷ് ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് നമുക്ക് അഡാപ്റ്റീവ് സൂം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. അതായത് നൈറ്റ് ടൈം അല്ലെങ്കിൽ ലോ ലൈറ്റിൽ നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കുമല്ലോ, ആ സമയത്ത് ഡിഫറെന്റ് ഫോക്കൽ ലെങ്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു പോർട്രേറ്റ് ഫോട്ടോസിന് വേണ്ടി. നമ്മൾ ഉപയോഗിക്കുന്ന ഫോക്കൽ ലെങ്ത് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ 100mm ആണെങ്കിൽ ഭയങ്കര ദൂരെ നിന്നായിരിക്കും എടുക്കുന്നത്. അതനുസരിച്ച് ഇതിലുള്ള ഫ്ലാഷ് അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ട് ദൂരെയുള്ള ടാർഗറ്റിലേക്ക് ഇങ്ങനെ ലൈറ്റ് എത്തിക്കും. പിന്നെ സൈസുമായുള്ള കൊളാബറേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സൈസ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റ് ബാക്കിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ കറങ്ങി വരുന്ന എഫക്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഗാലറിയിലുള്ള AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AI ഇറേസ് ഫീച്ചർ ഇവിടെ ഉണ്ട്, മാജിക് മൂവിന്റെ ഫീച്ചർ തന്നിട്ടുണ്ട്, റിഫ്ലക്ഷൻ റിമൂവർ, AI ഇമേജ് എക്സ്പാൻഡർ, ഈവൻ നമ്മുടെ വീഡിയോയിൽ നിന്ന് നോയ്സ് എടുത്ത് മാറ്റി തരുന്ന നോയ്സ് ഇറേസർ ഫീച്ചർ അല്ലെങ്കിൽ നോയ്സ് റിമൂവർ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട് പ്രൈസ് എനിക്ക് അറിയില്ല, എന്തായാലും കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. വിവോ പറയുന്നതനുസരിച്ച് ഏകദേശം 70,000 rupees to 80,000 rupees, അതായത് 80,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ വിവോ X300FE വരാൻ പോകുന്നത്. പിന്നെ ഈ കാണുന്ന വിവോ X300 അൾട്രയും നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് ഫോണുകളുടെ റിവ്യൂ മിക്സ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. സോ ഈ X300 അൾട്രയുടെ റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എല്ലാ ബ്രാൻഡുകളും പ്രൈസ് കൂട്ടുന്നുണ്ട്. വിവോയും അവരുടെ FE ഫോൺസിന്റെ പ്രൈസ് ഇത്തവണ കൂട്ടിയിട്ടുണ്ട്. എന്നാലും ഈ ഫോണിൽ വിവോ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ്, ഡിസ്പ്ലേ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ക്യാമറ, ചാർജിങ്, പിന്നെ ഈ ടെലിഫോട്ടോ എക്സ്റ്റൻഡറിന് വേണ്ടിയുള്ള സപ്പോർട്ട്, ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു സോളിഡ് കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് വിളിക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ X300FE എന്ന ഫോൺ ചെക്ക്ഔട്ട് ചെയ്യാം. ബാക്കി ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. Bye bye.